ഹായ്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ദീപ്സ് അൺസ്ക്രിപ്റ്റഡ്. എൻ്റെ ഒരു പോസ്റ്റ് വർക്ക് റുട്ടീനാണ് ഞാനിന്ന് ചെയ്യുന്നത്. ആസ് വി ഓൾ നോ, നമ്മൾ വർക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ 2 വീലറിലാണ് പോയി വരുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. ആസ് എ ലേസി പേഴ്സൺ, സ്കിൻ കെയർ പോസ്റ്റ് വർക്ക് സ്കിൻ കെയർ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇവിടെ ഞാൻ എൻ്റെ മൈസെല്ലർ വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്യാൻ പോകുന്നത്. ഞാനതൊരു കോട്ടണിലെടുത്തിട്ട് എൻ്റെ ഫേസ് ഫുള്ള് ഡാബ് ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈസ് ഹൗ ഐ ക്ലെൻസ് മൈ ഫേസ്. ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ് ഐ ഡു. ഞങ്ങൾക്കവിടെ വർക്കിൽ വെൽ ഗ്രൂംഡ് ആയിരിക്കണം. പക്ഷേ ഞാൻ അത്രയ്ക്ക് വെൽ ഗ്രൂംഡ് ആവാറില്ല. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു വെയർ മൈ ലിപ്സ്റ്റിക്, കാജൽ ആൻഡ് എവറിത്തിങ്. ഐ ഹാവ് ടു ബി വെൽ ഗ്രൂംഡ്. ഞാൻ എൻ്റെ ഫേസ് എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ലെറ്റ് സീ, കുറച്ച് കഴിയുമ്പോൾ ലെറ്റ് സീ ഹൗ മച്ച് ഡേർട്ട് ഈസ് കമ്മിങ് ഔട്ട്. ആൻഡ് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഐബ്രോസും പിന്നെ നമ്മുടെ ഐസും ക്ലീൻ ചെയ്യുന്നതാണ്. ബിക്കോസ് എനിക്ക് മൈസെല്ലർ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് സ്റ്റിങ്ങിങ് ഫീൽ ചെയ്യും. എപ്പോഴും എനിക്ക് സ്റ്റിങ്ങിങ് ഫീൽ ചെയ്യും. എനിക്ക് വേറെ ബ്രാൻഡിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കൊന്ന് സജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ കഴിയാറായി. എൻ്റെ ഏറ്റവും സ്കെയറിയസ്റ്റും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പാട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും മേക്കപ്പ് ഇട്ട് കിടന്ന് ഉറങ്ങരുതെന്ന് പറയുന്നതുകൊണ്ട് ഞാനത് എന്തൊക്കെ വന്നായാലും എത്രയൊക്കെ ടയേർഡാണെങ്കിലും ഞാൻ എപ്പോഴും ചെയ്യണൊരു കാര്യമാണ് മേക്കപ്പ് റിമൂവൽ. ഇത് കണ്ടോ, എന്തുമാത്രം ഡേർട്ടാണ് പുറത്ത് തന്നെയെന്ന് കണ്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എൻ്റെ ഹെയറാണ്. ഞങ്ങൾക്കവിടെ ബൺ കെട്ടണം. ഞാനൊരു ഷെഫാണ്, അപ്പോൾ എനിക്ക് ഷെഫ് ക്യാപ്പ് വെക്കുമ്പോൾ താഴെ ബൺ കെട്ടണം. അപ്പം എനിക്ക് ബൺ കെട്ടണത് ഞാൻ പണ്ട് മുതലേ ചെയ്തിട്ടുമില്ല. മേ ബി റീസെൻ്റ്ലി കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റാവുന്നത്ര യൂപിൻസ് ഞാൻ ആ തലയിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വുമൻസ് ഡേക്ക് ഒരു ലേഡീസ് മേക്ക് ഓവർ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട്, എൻ്റെ ലോങ് ഹെയർ ആയതുകൊണ്ട് എന്നോട് പറഞ്ഞു തന്ന മെത്തേഡിലാണ് ഞാൻ എപ്പോഴും എൻ്റെ ബണ്ണ് ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, പക്ഷേ അത് വേർത്താണ്. ഹെയർ നമ്മൾ നോർമൽ ബൺ കിട്ടുന്ന പോലെ കുറച്ച് കഴിയുമ്പോൾ അഴിഞ്ഞു പോകുകയൊന്നുമില്ല. ആൻഡ് ഓൾസോ കംഫർട്ടബിളും ആണ്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പുറകിൽ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ യൂഷ്വലി മുടി പിന്നാനെടുക്കുന്ന പോലെ തന്നെ 3 പാർട്ടായിട്ട് മുടി എടുത്തിട്ട് ആ 3 പാർട്ടും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പിന്നി വെക്കും. പിന്നി വെച്ചിട്ട് നമ്മൾ ഓരോരോ റൗണ്ടായിട്ട് എടുത്ത് യൂപ്പിൻ കുത്തിയാണ് ഈ സ്റ്റൈല് ചെയ്യുന്നത്. ആൻഡ് ഐ ലവ് ഇറ്റ്. കാരണം ആ ബ്രെയ്ഡ്സ് അഴിക്കുമ്പോഴും നല്ല ഭംഗിയാണ് മുടി കാണാൻ. പക്ഷേ അഴിച്ചെടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. കുറച്ചധികം ടാസ്ക്കാണ്. ഇത് കണ്ടോ, 3 ആയിട്ട് ഞാൻ പിന്നിയേക്കുന്നുണ്ടോ? ഈ 3 ആയിട്ട് പിന്നിയിട്ടാണ് ഞാൻ ഒരുമിച്ച് വെക്കുന്നത്. പക്ഷേ എനിക്ക് ചെറിയ കുഞ്ഞ് ബുഷസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഞാനത് ടൈ ചെയ്തത്. അങ്ങനെ പിന്നലെല്ലാം അഴിച്ച് കഴിഞ്ഞു ഗൈസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇഫ് ഇൻ കേസ് എന്തെങ്കിലും ഒരു ചട വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കളയണം. അപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു വുഡൻ കോമാണ്. വുഡൻ കോമിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുടി പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. ഞാൻ കുറച്ച് അധികം ഇയേഴ്സായി വുഡൻ കോമ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ മുടി പോകുന്നില്ല എന്നല്ല, പക്ഷേ ഇത് നല്ലതാണ്. അങ്ങനെ മുടിയെല്ലാം കോമ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നൈസ് മസാജ്. അത് നമ്മളുടെ ആഫ്റ്റർ ഒരു ലോങ് ഡേ സ്ട്രെസ്സ് റിലാക്സേഷന് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഐ ഓൾവേസ് ഡു ഇറ്റ്. യൂഷ്വലി എൻ്റെ അമ്മയാണ് എനിക്ക് ചെയ്തു തരാറുള്ള എണ്ണയൊക്കെ ഇട്ടിട്ട്. പക്ഷേ ഇന്ന് എനിക്ക് അതിനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി വർക്കിൽ നിന്ന് വന്നപ്പോൾ ലേറ്റായി. പക്ഷേ ഐ ട്രൈ മൈ ബെസ്റ്റ് എൻ്റെ ഹെയർ സേവ് ചെയ്യാൻ. കാരണം ആദ്യം എനിക്ക് ഇത്രയും ഹെയർ ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത സ്റ്റെപ്പാണ്, ഞാൻ ഒരു ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ഒലിവ് ഓയിൽ ബേസ് വെച്ചിട്ട് കുറച്ച് എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്ത് ഞാനൊരു ഓയിൽ എൻ്റെ സ്കിന്നിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. എസെൻഷ്യൽ ഓയിൽസ് ആർ റിയലി ഗുഡ് ഫോർ അവർ സ്കിൻ. അത് നമുക്ക് എവിടെ കിട്ടിയാലും ജെനുവിൻ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആൻഡ് ഈ എസെൻഷ്യൽ ഓയിൽസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോ ഇടാം, സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ മൈ ഫേസ് നീഡ്സ് ടു റിലാക്സ് ആഫ്റ്റർ എ ലോങ് ഡേ. ഞാനൊരു എസെൻഷ്യൽ ഓയിൽ മസാജ് കൊടുത്തു എൻ്റെ ഫേസിന്. എൻ്റെ മസാജിങ് ടെക്നീക്സ് അത്ര പ്രോപ്പർ ഒന്നുമല്ല, പക്ഷേ ഐ ഓൾവേസ് ട്രൈ ടു ഡു മൈ ബെസ്റ്റ്. ബിക്കോസ് ആസ് വി ഓൾ നോ, സംതിങ് ഈസ് ബെറ്റർ ദൻ നത്തിങ്, റൈറ്റ്? അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് എൻ്റെ സ്മൈൽ ലൈൻസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചെയ്യുന്ന എൻ്റെ നോസ്
ആൻഡ് മൈ അണ്ടർ ഐ. ആൻഡ് ഞാൻ ഓൾസോ എൻ്റെ കൈയടക്കം വാം ആക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പണ്ട് ഏതോ യൂട്യൂബ് വീഡിയോയിൽ കണ്ട് ഞാൻ പഠിച്ചതാണ്. ആൻഡ് അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുമുണ്ട്. നോട്ട് ദാറ്റ് ഇറ്റ് മേക്സ് മച്ച് ഓഫ് എ ഡിഫറൻസ്, ബട്ട് അറ്റ്ലീസ്റ്റ് ഐ എം ട്രൈയിങ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫേസ് എല്ലാം മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഡിഫറൻസ് മനസ്സിലാവും. നമുക്ക് ശരിക്കും ഒരു റിലാക്സേഷൻ കിട്ടും. ചിലപ്പം തലവേദനയൊക്കെ എടുത്ത് വന്നേക്കുവാണെങ്കിൽ ചെറുതായിട്ടൊരു റിലീഫ്. ആൻഡ് എസ്പെഷ്യലി ദ എസെൻഷ്യൽ ഓയിൽസ്, അതിൻ്റെ ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ഇൻസ്റ്റൻറ്റ് മൂഡ് ചേഞ്ചറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് എല്ലാം മസാജ് ചെയ്ത് കഴിഞ്ഞു. സോ ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റാ.